വയനാട്ടിലെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മേജർ എപ്പിസ്കോപ്പൽ ഹോളി ക്രോസ് ദേവാലയം. പ്രദേശത്തെ വികസനം സാധ്യമാക്കുന്നതിൽ വലിയ പങ്ക് ഈ ദേവാലയത്തിനുമുണ്ട്. പള്ളിക്ക് പിന്നാലെ ഉയർന്ന സ്കൂളുകളും റോഡുകളും കുടിയേറ്റ ജനതയുടെ ആത്മവീര്യത്തിന്റെ അടയാളം കൂടിയാണ്. വയനാട്ടിലെ കുടിയേറ്റ മേഖലയിലെ ആദ്യ ദേവാലയം, കുടിയേറ്റ ജനതയ്ക്ക് അഭയമായി മാറിയ പള്ളി, ഇങ്ങനെ പ്രത്യേകതകൾ ഏറെയാണ് നടവയൽ ഹോളി ക്രോസ് ഫൊറോന ചർച്ചിന്. പുൽപ്പള്ളി, മുള്ളംകൊല്ലി, പനമരം തുടങ്ങിയ മേഖലകളിലെ കുടിയേറ്റ ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് ഇന്ന് കാണുന്ന നടവയൽ ഫൊറോന ദേവാലയം സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത്. തിരുവിതാംകൂർ ഭാഗത്തു നിന്ന് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി വയനാട്ടിലേക്ക് കുടിയേറിയ കത്തോലിക്ക കർഷകരാണ് ഈ ഇടവകയുടെ പിന്നിൽ. 1940കളുടെ തുടക്കത്തിൽ നടവയൽ പ്രദേശത്തെത്തിയ വിശ്വാസികൾ ആരാധനയ്ക്കായി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വന്നിരുന്നു. ഇത് പരിഹരിക്കാനായി ഒരു പള്ളി വേണമെന്ന ആഗ്രഹം ശക്തമായി. അങ്ങനെയാണ് 1949 താൽക്കാലികമായൊരു പള്ളി നിർമ്മിക്കുന്നത്. അന്ന് പൂർണ്ണമായും മുള കൊണ്ട് നിർമ്മിച്ച പള്ളിയുടെ നവീകരണം 1975 പൂർത്തിയാക്കിയത്. ആയിരത്തി 1949 രൂപം കൊണ്ട ഒരു ഇടവകയാണ് നടവേൽ ഇടവക. 2024 75ാമത്തെ ജൂബിലി വർഷം ആഘോഷമായിട്ട് ഇവിടെ നടത്തിയത്. 1132 കുടുംബങ്ങൾ അടങ്ങുന്ന ഒത്തിരിയേറെ ഏരിയ കവർ ചെയ്യുന്ന ഒരു ഇടവകയാണ് നടവേൽ ഹോളി ക്രോസ് ദേവാലയം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഹോളി ക്രോസ് ആണ് ദേവാലയത്തിൻ്റെ പേരെങ്കിലും ഉണ്ണീശോയ്ക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയമാണ്. അപ്പോൾ ഉണ്ണീശോയുടെ തിരുനാളാണ് ഇവിടെ പ്രധാനമായിട്ടും ആഘോഷിക്കുക. മാനന്തവാടി രൂപതയിലെ പ്രധാനപ്പെട്ട ഫൊറോനയായ നടവയൽ ഹോളി ക്രോസ് ഇടവകയ്ക്ക് കീഴിൽ 12 ദേവാലയങ്ങളാണുള്ളത്. 2024 ദേവാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടന്നു. പ്രാദേശിക വികസനത്തിന് പള്ളിക്ക് നിർണായകമായ പങ്കുണ്ട്. കുടിയേറ്റക്കാരുടെ മക്കൾക്ക് അറിവ് പകർന്നു നൽകാൻ പള്ളിയോടൊപ്പം തന്നെ വിദ്യാലയങ്ങളും ആരംഭിച്ചു. വയനാട്ടിലെ മികച്ച സ്കൂളുകളിൽ ഒന്നായ സെന്റ് തോമസ് HSS നടവയൽ ഈ ചരിത്രത്തിന്റെ ഭാഗമാണ്. 2020 ചരിത്ര പ്രാധാന്യമുള്ളതും നിരവധി തീർത്ഥാടകർ സന്ദർശിക്കുന്നതുമായ ദേവാലയങ്ങൾക്ക് സഭ നൽകുന്ന പ്രത്യേക പദവി, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി നടവയൽ ദേവാലയത്തിന് ലഭിച്ചു. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള നടവയൽ ഹോളി ക്രോസ് ഫൊറോന ദേവാലയത്തിന് 2020 മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന പദവി ലഭിച്ചു. ദേവാലയത്തിലേക്ക് വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് തീർത്ഥാടകരായി എത്തിച്ചേരുന്നത്. ജില്ലയിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ ഈ ദേവാലയത്തിൽ ഡിസംബർ 25 ആരംഭിക്കുന്ന തിരുനാൾ ആഘോഷത്തിൽ ജാതി മത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും. തിരുനാൾ ആഘോഷങ്ങളെല്ലാം സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെയും ഇടവക ജനങ്ങളുടെയും എല്ലാം ഒരുമയോടുകൂടി നല്ല രീതിയിൽ നടത്തിപ്പോരുകയും ചെയ്യുന്നു. ഉണ്ണിമിശിഹായുടെ നഗരപ്രദക്ഷിണം എല്ലാ വർഷവും 31-ാം തീയതി ആഘോഷിക്കുകയും അതിനുശേഷം പുതുവർഷം ആഘോഷിക്കാൻ വേണ്ടി വയനാട് ജില്ലയിലെ മുഴുവൻ ജനങ്ങളും ഈ ദേവാലയ അങ്കണത്തിലേക്ക് വരികയും ന്യൂ ഇയർ ആഘോഷിച്ച് സമാധാനത്തോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടിയേറ്റ ചരിത്രത്തിൽ വിസ്മരിക്കാനാകാത്ത പങ്കുണ്ട് ഉണ്ണി ഈശോയുടെ നാമത്തിലുള്ള ഈ പള്ളിക്ക്. വന്യമൃഗങ്ങളോടും മറ്റു പ്രതിസന്ധികളോടും പടവെട്ടി കുടിയേറ്റ ജനതയുടെ ആത്മവീര്യത്തിന്റെ അടയാളം കൂടിയാണ് നടവയൽ ഫൊറോന പള്ളി. ന്യൂസ് മലയാളം, വയനാട്.